ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. എല്ലാം കുഴപ്പമില്ലാത്ത പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അപ്പൊ നമുക്ക് ഇതിനകത്ത് മുനീർ ഇത്തവണ മത്സരിക്കുന്നില്ല. പക്ഷെ മുനീറിന്റെ പ്രതികരണം വന്നപ്പോൾ വളരെ മാന്യമായ പ്രതികരണം നമ്മൾ കണ്ടു. അതായത് എന്താ പറഞ്ഞ, അതായത് പാർട്ടി ഒരിക്കലും വിടത്തില്ല, ലീഗിനൊപ്പം മരണം വരെ ഉണ്ടാവും എന്ന് വളരെ സമാധാനപൂർവ്വം യാതൊരു ബഹളവും ഇല്ലാതെ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ, രാഷ്ട്രീയ മര്യാദ കാണിച്ചു മുനീർ എന്ന് തന്നെ നമുക്ക് പറയാം. ശരിക്കും ഇത് കോൺഗ്രസ്സുകാർ കണ്ടുപിടിക്കണ്ടേ? തീർച്ചയായിട്ടും അവർ കണ്ടുപിടിക്കേണ്ട ഒരു സാധനം തന്നെയാണ് KM മുനീറിന്റെ ഒരു തീരുമാനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മൾ നോക്കിക്കോളൂ, ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പം ഏറ്റവും കൂടുതൽ കടന്ന് വിഷമിക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കെ സുധാകരനെ ഒന്ന് പറഞ്ഞ് മയപ്പെടുത്താം എന്നുള്ളതാണ്. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം 75 എന്ന് പറയുന്ന ഒരു പ്രായപരിധി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് ഈ കെ സുധാകരൻ. ആ സുധാകരൻ പിന്നെ തനിക്ക് അർഹിക്കുന്നൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഐഷ പോറ്റി അവർക്കും അർഹിക്കുന്നൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ TK ഗോവിന്ദ മാസ്റ്റർ തളിപ്പറമ്പിൽ നിന്നുള്ള ഇവരൊക്കെ, അതുപോലെ പിന്നെ കുഞ്ഞികൃഷ്ണൻ സഖാവ്, ഇവരൊക്കെ തന്നെയും ഈ പറയുന്ന പാർട്ടിയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു നിശ്ചിത പ്രായപരിധി എന്ന് പറയുന്ന ഒരു കാര്യം നിലവിൽ വരുമ്പോൾ സ്വാഭാവികമെന്നോണം ഇവരെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി എന്ന് പറയുന്നതിന് ഒരു ചിട്ടവട്ടങ്ങൾ എപ്പോഴും ഉണ്ടാവും. ആ പാർട്ടിയുടെ ചിട്ടവട്ടം അനുസരിച്ചിട്ട് മാത്രമേ എപ്പോഴും ആ പാർട്ടിക്കുള്ളിലെ ഓരോ പ്രവർത്തകരും മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ സംഘടനാ ബലമുള്ള ഒരു സംവിധാനമാക്കി മാറ്റുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനാപരമായ തീരുമാനങ്ങളെ, ഇത്തരത്തിലുള്ള സംഘടനാപരമായ പിന്നെ എന്താ പറയുന്നത് ചിട്ടവട്ടങ്ങളെ മറികടന്നുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള വേറെ എവിടെയെങ്കിലും പോവാം, നിങ്ങൾക്ക് പാർട്ടി വിട്ടു പോകാം, പാർട്ടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കാം. അതല്ല, നിങ്ങളുടെ ഈ പ്രായപരിധി എന്ന് പറയുന്നതിന് ആരെയും വിഴുങ്ങാൻ നിൽക്കുന്ന ഏതൊരു ചാത്തന്റെ മുന്നിലേക്കും പോകാൻ സാധിക്കും എന്നുള്ളതാണ് പാർട്ടി. അതാണ് പാർട്ടി എപ്പോഴും ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇതിന് ഒരു ഘട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് കോടിയേരി സഖാവ് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അതായത് പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇത്രയും MLA ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത്ര സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ അതിൽ വെറും 70-72 പേർക്ക് മാത്രം, പരമാവധി 100 പേർക്ക് മാത്രം MLA കഴിയുന്നത്. ഈ MLA തന്നെ 13 പേർക്ക് മന്ത്രിയാകാൻ കഴിയൂ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുക, അതിൽ ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ സാധിക്കൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ലക്ഷക്കണക്കിന് നിൽക്കുന്ന സഖാക്കന്മാരാണ്, അല്ലെങ്കിൽ നേതാക്കന്മാരും അണികളുമാണ് പാർട്ടിയുടെ ഊർജം എന്ന് പറയുന്നത്. ഇതൊരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാണ്. അവിടെ ആർക്കും ഈ വലിയ ഭാവം ഉണ്ടാകാൻ പാടില്ല, എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഉപേക്ഷിച്ച് പോകുന്നിടത്തല്ല. നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളെ കഴിയുന്നത് ഒരു മുതിർന്ന നേതാവാണെന്ന് വെച്ചോളൂ. ആ മുതിർന്ന നേതാവും നാളെ താൻ കുറച്ച് പ്രായം എത്തിക്കഴിയുമ്പോൾ മാറിക്കൊടുക്കണം. കാര്യം എന്താണ്, ഒരു ജനറേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ടതാണ്. പുതിയ രാഷ്ട്രീയത്തിലേക്ക് പുതിയ യുവാക്കൾ വരേണ്ടതാണ്. കാരണം ഈ എല്ലാ രാഷ്ട്രീയക്കാരും അവസാനിക്കും. ഞാൻ ഇതായിട്ട് പറയുകയാണ്, എല്ലാ രാഷ്ട്രീയക്കാരും അവസാനിക്കും. നമ്മുടെ കോടിയേരി സഖാവ് ഇന്നില്ല നമ്മളോടൊപ്പം. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല. K കരുണാകരൻ എന്ന് പറയുന്ന നേതാവ്, അങ്ങനെ എണ്ണി പറയാൻ നിരവധി നേതാക്കന്മാർ നമ്മളോടൊപ്പം ഇന്നില്ല. MV രാഘവൻ, പിന്നെ ഗൗരിയമ്മ, അങ്ങനെ എത്ര നേതാക്കന്മാർക്ക് നമ്മുടെ ഇല്ല. പക്ഷെ അവരൊക്കെ പലപ്പോഴും ഈ പറയുന്ന EK നായനാർ സഖാവ്, EK നായനാർ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രിയായിരുന്നു, K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. ഇവരാരും EMS ഇവർ എല്ലാവരും മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്ന നേതാക്കന്മാരാണ്. പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഒരിക്കൽ പോലും മങ്ങലേറ്റിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സർക്കാരുകൾ രൂപം കൊണ്ടുകൊണ്ടേയിരുന്നു. EK നായനാർ മരിച്ചുപോയെങ്കിൽ തന്നെയും വിടവാങ്ങിയെങ്കിൽ തന്നെയും പിന്നീട് വന്ന അവരിലൂടെ പിണറായി വിജയനിലൂടെ വീണ്ടും സർക്കാർ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ നേതാക്കന്മാരുണ്ടാവുകയും സർക്കാരുകൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യും. സർക്കാർ എന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാത്ത ഒന്നാണ് സർക്കാർ. അപ്പോൾ ആ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പിന്നാലെ വരുന്ന ഒരുപറ്റം നേതാക്കന്മാരാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കടൽക്കിഴവന്മാരെന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അധികാരത്തിന് വേണ്ടി എന്ത് നെറികേടും പാർട്ടിയിൽ നിന്ന് കാണിക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി മാറേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതികൾ മാറേണ്ടതുണ്ട്. ശരിക്കും അതാണ് സംഭവിക്കേണ്ടത്. ഇപ്പൊ MK മുനീർ, എനിക്ക് തോന്നുന്നു 63 വയസ്സ് മാത്രമാണ് MK മുനീർ എന്ന് പറയുന്ന ഒരു നേതാവിനുള്ള പ്രായം. വലിയ പ്രായമൊന്നും പറയാനില്ല. ആ MK മുനീർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എടുത്ത ഒരു രാഷ്ട്രീയ മര്യാദയും മാന്യതയും ഉണ്ട്. മാന്യത എന്ന് തന്നെ വിളിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MK മുനീർ നമുക്കറിയാം, MK മുനീർ ജീവൻ മരണ പോരാട്ടം നടത്തി തിരികെ ജീവിതത്തിലേക്ക് വന്നൊരു മനുഷ്യനാണ്. ഒരു അസുഖബാധിതനായി ഏറെക്കാലം ആശുപത്രിയിൽ കിടക്കുന്നു.
ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തും ആ രാഷ്ട്രീയ വൈരം മറന്നുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ KM മുനീറിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ വിളിച്ച് കുശലാന്വേഷണം നടത്തുന്നു. അതായത് കുശലാന്വേഷണം അസുഖ വിവരം അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? രാഷ്ട്രീയം എന്ന് പറയുന്ന മര്യാദയുടേതാണ്. രാഷ്ട്രീയത്തിന് ഒരു മര്യാദ കൂടി ഉണ്ടാവണം. ആ മര്യാദയുടെ ഭാവമാണ്. ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം നമ്മുടെ ഇദ്ദേഹം വിളിച്ചിരുന്നു, നമ്മുടെ മുഖ്യമന്ത്രി പലതവണ വിളിച്ചിരുന്നു, 3 4 ആവർത്തി അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് രോഗവിവരം അന്വേഷിച്ചിരുന്നു, സുഖവിവരം അന്വേഷിച്ചിരുന്നു. എന്തിനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് എം കെ മുനീറിനെ പോലെ ഒരു നേതാവ്, മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ മുൻ മന്ത്രിയുടെ വീട്ടുകാരെ വിളിച്ചിട്ട് എം കെ മുനീറിന് സുഖമാണോ ആരോഗ്യവിവരം അന്വേഷിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ രണ്ടും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നവരാണ്. ഇവിടെയാണ് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും രണ്ടുപേരും രാഷ്ട്രീയത്തിൽ വരുമ്പോൾ കൊമ്പ് ഓർക്കുന്നവരാണ്. അതേസമയം എന്താണ് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുന്നത്? അദ്ദേഹത്തെ യാത്ര അയക്കുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി യാത്ര അയക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്നല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ വിളിക്കുകയും ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാം രാഷ്ട്രീയക്കാർക്കിടയിൽ നിലനിൽക്കുന്ന ഒരുതരം മാന്യതയുണ്ട്, രാഷ്ട്രീയ മാന്യത. അതില് ഒരുപക്ഷെ ഈ പറയുന്ന എം കെ മുനീർ എന്ന് പറയുന്ന ഒരു മുനീർ സാഹിബ് ശരിക്കും ആ രീതിയിലൊക്കെ ഒരു മാന്യത വെച്ച് പുലർത്തുന്ന ഒരു നേതാവായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ പോയി നേരിട്ട് കണ്ടിരുന്നു. നേരിട്ട് കണ്ടു. അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പുറത്തേക്ക് വന്ന് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി തന്റെ ആരോഗ്യം ഇപ്പോഴുള്ള നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥിതിക്കൊപ്പം ഓടാൻ കഴിയുന്ന ഒരു കണ്ടീഷനിലല്ല. ആ ബാല്യമോ യൗവനമോ തനിക്കിപ്പോഴില്ല. ഇപ്പൊ ആകെയുള്ളത് ഈ ഒരു വാർദ്ധക്യം 63 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വാർദ്ധക്യമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ 63ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന് ചുറുചുറുക്കോടുകൂടി, ഞാൻ പറഞ്ഞില്ലേ 78 വയസ്സുള്ള കെ സുധാകരനും പിന്നെ അത്രയും പ്രായമുള്ള ജി സുധാകരനും ഒക്കെ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടിക്കൊണ്ട് സ്വന്തം പാർട്ടിയെയും സ്വന്തം ഇതുവരെ ജീവശ്വാസം പോലെ കൊണ്ടുകടന്ന സംഘടനയെയും വഞ്ചിക്കുന്ന സമീപനത്തിലേക്ക് പോകുന്നു. ഇപ്പൊ DK ഗോവിന്ദ മാസ്റ്റർ ചെയ്തത് അത് തന്നെയല്ലേ? അദ്ദേഹം ചെയ്ത് ജീവശ്വാസം പോലെ കൊണ്ടുകടന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് തള്ളി പറയുന്നു. അവിടെയാണ് ഞാൻ മുനീറിലുള്ള എം കെ മുനീർ എന്ന് പറയുന്ന നേതാവിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അർജ്ജം കാണുന്നത്. അദ്ദേഹം എപ്പോഴും പറഞ്ഞതാണ്, ഞാൻ യുവാക്കൾക്ക് വേണ്ടി അവസരം മാറിക്കൊടുക്കണം, ഞാൻ മരണം വരെ ഉണ്ടാവും. അതാണ് ശരിക്കും വേണ്ടത്. അതായത് എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഇവരൊക്കെ ഇത്രയും കാലം പ്രവർത്തിച്ച് തഴമ്പിച്ച ആൾക്കാരാ. അപ്പൊ ഈ പുതിയ തലമുറ വരുമ്പം അവർക്ക് വഴി കാട്ടി കൂടെ നിൽക്കുന്നതിന് പകരം ഇല്ല ഞാൻ ഇറങ്ങി പോവില്ല, ഞാൻ ഈ കസാരയിൽ തന്നെ ഇരിക്കും എന്നുള്ളതാണ് കെ സുധാകരനും ജി സുധാകരനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസരം കിട്ടുന്നില്ല, എന്നെ പാർട്ടി പരിഗണിച്ചില്ല. KM മുനീറിനെ എവിടേക്കാണ് പിന്നെ ലീഗ് പരിഗണിച്ചിട്ടുള്ളത്? അങ്ങനെ നോക്കിയാൽ ലീഗ് എത്ര വട്ടം KM മുനീറിനെ മന്ത്രിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കണം. നമ്മൾ നോക്കേണ്ടത് KM മുനീറും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ഒരു വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളം ഞെട്ടിപ്പോയ ഒരു വിഷയമാണ്. കുഞ്ഞാലിക്കുട്ടി ഒരു ഘട്ടത്തിൽ ഇത് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടി കരയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ട് പോലും ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഉലച്ചിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ ഒരു, അല്ലെന്നുണ്ടെങ്കിൽ KM മുനീർ മാറിയതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി കാണിച്ചതും ഒരു വലിയ മര്യാദ തന്നെയാണ്. തനിക്കെതിരായി അത്രയും വലിയ നമുക്ക് അറിയാമല്ലോ, ഇന്ത്യ വിഷൻ പോലെ ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് അന്ന് ഈ പറയുന്ന വാർത്താ സംസ്കാരം തന്നെ പൂർണ്ണമായി മാറി വന്ന് നികേഷ് കുമാർ അതിനെ മാറ്റിയെടുത്തു. ഈ വാർത്താ വായന എന്നതിനപ്പുറത്തേക്ക് വാർത്താ അവതരണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്കൊക്കെ വാർത്ത മാറി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആ ഒരു വാർത്ത, സ്ഫോടനാത്മകമായ ഒരു വാർത്ത കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തുന്നത്. അന്ന് ലീഗുകാർ ഇന്ത്യ വിഷന്റെ ഓഫീസിലേക്ക് കല്ലേറ് വരെ നടത്തി എറണാകുളത്തെ. അപ്പൊ അങ്ങനെ കല്ലേറും ഒക്കെ ഉണ്ടായി. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയും കുഞ്ഞാലിക്കുട്ടിയും മുനീർ സാഹിബും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വരികയും അദ്ദേഹം കരയുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി പലപ്പോഴായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും പിന്നീട് അവർക്ക് ഈ ഒരു ശത്രുത വെച്ചുകൊണ്ട് അവർ ഇരുവരും ഒരു പാർട്ടിയിൽ, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി പാർട്ടി വിടുകയോ മുനീർ സാഹിബ് പാർട്ടി വിടുകയോ ഒന്നും ചെയ്തില്ല. അവരെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം അവർ വളരെ ഭംഗിയോടുകൂടി നേരിടുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറിക്കൊടുക്കേണ്ടി വന്നു. PK ഫിറോസ് എന്ന് പറയുന്ന മറ്റൊരു നേതാവിനെ അവിടേക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് യൂത്ത് ലീഗ് എന്നൊരാളെ അവിടെ പോസ്റ്റ് ചെയ്യുന്നു. മുനീർ സാഹിബ് സ്വാഭാവികമല്ലേ പറയുന്നത്, ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. വരുന്ന യുവതലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പാർട്ടി എന്താ പറയുക, പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണ്. ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ കെ സുധാകരനും ജി സുധാകരനും TK ഗോവിന്ദൻ മാസ്റ്ററും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചെയ്യേണ്ടത്? അല്ലാതെ അധികാരത്തിന് വേണ്ടിയിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അഭയം തേടുകയാണോ ചെയ്യേണ്ടിയിരുന്നത്? അല്ല. യുവാക്കളാണ്. മോശമായ തീരുമാനം. സർക്കാരുകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന പിണറായി വിജയൻ ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞ പിണറായി വിജയൻ തന്നെ കേരളം ഭരിക്കണമെന്ന് പിണറായി തീരുമാനിക്കാൻ കഴിയുമോ? പിണറായിക്ക് ഒരിക്കലും പറ്റില്ല. അന്നൊരു പക്ഷേ M സ്വരാജോ അതുപോലുള്ള നേതാക്കന്മാരൊക്കെ ആയിരിക്കും അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പോഴും പറയാം, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളയോ ഷാഫി പറമ്പിലിനെ പോലുള്ള ചെറുപ്പക്കാരായിരിക്കും അന്ന് ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരിക്കുക.
അപ്പം ഈ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം മരിക്കുന്നില്ല, സംഘടന എന്ന് പറയുന്ന ഒരു സംവിധാനം മരിക്കുന്നില്ല. അതായത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കുറെ കാലം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇനിയും CPM-കാരിൽ ഇറങ്ങി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിലേക്ക് പോകുന്നൊന്നുമില്ല. എല്ലാവരും CPM-കാരിൽ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നവർ CPM-കാരായിട്ട് തന്നെ തുടരും. കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അന്നും ഉണ്ടാകും, BJP എന്ന് പറയുന്ന സംഘടനയും അന്നുണ്ടാകും, എല്ലാ രാഷ്ട്രീയ സംഘടനകളും, ലീഗ് എന്ന് പറയുന്ന സംഘടനകളും ഉണ്ടാകും. പക്ഷേ മാറി മാറി അതിന്റെ നേതൃത്വങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അവരുടെ നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ മാറ്റവും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒക്കെ ഇപ്പോഴും മത്സരത്തിന് 75 വയസ്സോളം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്. എന്നിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബ് നാളെ ഒരു അവസരം വന്നാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒഴിഞ്ഞു കൊടുക്കും. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഇവരാരും പോവില്ല. അത് അവരുടെ ഒരു ചിട്ടവട്ടമാണ്. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ എപ്പോഴും മെച്ചപ്പെടുത്തുന്നത് അതിലെ മുതിർന്ന നേതാക്കന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ലീഗിന്റെ ഈ മുനീർ സാഹിബിന്റെ, ലീഗിന്റെ മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, അതുപോലെ PMA സലാം അടക്കം മാറിയുന്നില്ല. എനിക്ക് സെക്രട്ടറി ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. PMA സലാം പറഞ്ഞു അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ നമ്മൾ ഗോവിന്ദൻ മാഷ് മത്സരിക്കുന്നില്ല, ഗോവിന്ദൻ മാഷ് മത്സരിക്കാതെ ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി, അതാണ് അദ്ദേഹത്തിന്റെ നന്മ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലിപ്പം അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇതാണ് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരുപക്ഷെ ഉദാത്ത മാതൃകകളായി മാറേണ്ട ചില നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് എനിക്ക് മുനീർ സാഹിബിനെ കൂടി കൊണ്ട് നിർത്താൻ തോന്നുന്നതിന്റെ കാരണം അത് തന്നെയാണ്.